CCTV ദൃശ്യങ്ങളൊക്കെ വൈറലാവാറുണ്ട്. അത്തരത്തിൽ അടുത്തിടെ വൈറലായിട്ടുള്ളൊരു CCTV ദൃശ്യമാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ഒരു സ്ത്രീ കുറേ വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വീണ്ടെടുത്തൊരു CCTV ദൃശ്യമാണ്. SI CA ആയിട്ടുള്ള പ്രതാപചന്ദ്രൻ, അയാളാണ് ഇതിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത്. മാധ്യമങ്ങൾ അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. ഒരു സ്ത്രീയെ, കൈക്കുഞ്ഞുമായിട്ടുള്ളൊരു സ്ത്രീയെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ മുൻ CA ആയിട്ടുള്ള പ്രതാപചന്ദ്രൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹമല്ല തെറ്റുകാരൻ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ അവിടെ നടന്ന അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ആ ഒരു സംഭവത്തിന് കാരണമായിട്ട് നിൽക്കുന്ന ഒരു മുൻ സംഭവങ്ങളെ അല്ലെങ്കിൽ മുൻ വിഷയങ്ങളെ നമ്മൾ അതിനകത്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ടി വരും. അതായത് അവിടെ ഇപ്പം നമ്മൾ കാണുന്ന എന്താണ്, CCTV ദൃശ്യത്തിൽ ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ CI പ്രതാപചന്ദ്രൻ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീ, അവിടെ തൻ്റെ അവിടെ ഗർഭിണിയാണെന്ന് പറയുന്നു, അവരെ അടിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ രംഗം മാത്രം നമ്മൾ അതിന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് CA പ്രതാപചന്ദ്രൻ ചെയ്ത് തെറ്റാണെന്നും അല്ലെങ്കിൽ അയാൾ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ് എന്ന തരത്തിലുള്ള ഒരു വ്യാപകമായ പ്രചരണവും അതുപോലെ തന്നെ ഒരു മാധ്യമ വിചാരണയും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ളതിനും അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളതും ഇപ്പോഴും പൊതുസമൂഹത്തിന് പോലും അറിയില്ല. ഞാൻ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം, അപ്പോൾ ഈ CA എനിക്കറിയാം, പ്രതാപചന്ദ്രനെ എനിക്കറിയാം. പ്രതാപചന്ദ്രൻ
പൊതുവിൽ നിയമത്തിൻ്റെ കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. ഒരു തെറ്റുകാരനാണെങ്കിൽ പോലും അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവമാണ്, ഒരു തെറ്റുകാരനാണെങ്കിൽ പോലും സാറേ എൻ്റെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെയാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ മാന്യമായ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അവിടെ വരുന്ന ഒരു ഒരു റെക്കമെൻഡേഷനും വേണ്ട. അതായത് ഇപ്പം എൻ്റെ വീട്ടിലൊരു മോഷണം നടന്നു, അല്ലെങ്കിൽ എനിക്കൊരു പരാതി കൊടുക്കാനുണ്ട്, നമ്മളൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനാ നേതാവിനെയോ ഒന്നും വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിലേക്ക് ചെല്ലണ്ട. നേരെ ചെല്ലുക, സാർ പരാതി കൊടുക്കുക. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മാനുഷിക പരിഗണന വെച്ച് ആ പരാതി കേൾക്കുകയും ആ പരാതിക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. 2024 ജൂൺ മാസം 18-ാം തീയതിയാണ് ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ള വിഷയം ഉണ്ടാകുന്നത്. അതായത് അന്ന് വെളുപ്പിന് 112 ഒരു വ്യക്തി വിളിക്കുകയാണ്. പിടിച്ചുപറി നോർത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ച് ഒരു ആള്, ഒരു കവർച്ചക്കിരയായിട്ടുള്ള ഒരാൾ, പിടിച്ചുപറി സംഘത്തിൻ്റെ ഇടയിൽപ്പെട്ടു പോയ ഒരാൾ 112 വിളിക്കുകയും അതനുസരിച്ച് 2 പോലീസുകാർ അവിടെ വരികയും ചെയ്തു. അവിടെ വരികയും ഈ പ്രതികളെ, പിടിച്ചുപറിക്കാരായിട്ടുള്ള 2 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഈ CI മർദ്ദിച്ചു എന്ന് പറയുന്ന ആളുടെ പേര് ഷൈമോൾ എന്നാണ്. ഷൈമോളുടെ ഭർത്താവ് അവിടെ ഒരു ബെൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഹോം സ്റ്റേ നടത്തുകയാണ്, ലോഡ്ജ് നടത്തുകയാണ്. അപ്പം ഇയാൾ അവിടെ ഇറങ്ങി വന്ന് ഈ പ്രതികളെ ബലമായിട്ട് പോലീസിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അപ്പോൾ അന്നേ ദിവസം ഈ CI ആയിട്ടുള്ള പ്രതാപചന്ദ്രൻ ലീവിലായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം പിറ്റേ ദിവസം ഈ പിടിച്ചുപറിക്കാരായിട്ടുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 18/6 ഈ സംഭവം നടക്കുന്നു. 18/6 തന്നെ FIR വീഴുന്നു. 6 പേരിലാണ്. അതായത് ഈ പറയുന്ന കവർച്ചാ സംഘത്തിലെ അൺനോൺ പേഴ്സൺ ആയിട്ടുള്ള 2 പേരുടെ പേരിലും പിന്നെ ഈ ബെഞ്ചോ എന്ന് പറയുന്ന ആളുടെ പേരിലും ആണ്. ഈ 2 പേരുടെ പേരിൽ FIR ഇട്ടു. അതിൽ ഈ പ്രതികളായിട്ട്, കവർച്ചാ കേസിലെ പ്രതികളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇയാൾ മാറി നിൽക്കുന്നു. ആര്? ബെഞ്ചോ. പോലീസ് വന്ന ശേഷം ഇയാൾ മാറി നിൽക്കുന്നു. അതിനുശേഷം 20-ാം തീയതിയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന രംഗം അതിനകത്ത് ഉണ്ട്. ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു, അവിടെ ചോദ്യം ചെയ്യുന്നു, അല്ലാതെ അവിടെ മർദ്ദിക്കുന്നതോ അയാളെ ദേഹോപദ്രവം ചെയ്യുന്നതോ ഒന്നും ഒരു ദൃശ്യങ്ങളിലുമില്ല. പറഞ്ഞു സാർ. അതിനുശേഷമാണ് ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ, അതായത് ഈ ബെഞ്ചോയുടെ ഭാര്യ, 2 കുഞ്ഞുങ്ങളെയും ഒക്കെ തിരുത്തി അവിടെ റിക്ഷയിലാണ് വന്നിറങ്ങുന്നത്. ഈ റിക്ഷയിൽ വന്നിറങ്ങുമ്പോൾ തന്നെ പോലീസ് പറയുന്നത്, അവർ അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയില്ല, ഈ റിക്ഷ അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ റിക്ഷയിൽ വന്നിറങ്ങുമ്പോൾ കൂടെ ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സ്ത്രീയെ മാറ്റി നിർത്തിയിട്ടാണ് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നതും അതുപോലെ തന്നെ ഈ ഗ്ലാസ് തുറന്ന് അകത്തോട്ട് കയറുന്നു. അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഒരു പോലീസുകാരൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അവിടെ PR ആയിട്ടുള്ള പോലീസുകാരാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു. ചോദിച്ചപ്പം അതിന് മറുപടി പോലും കൊടുക്കാൻ പറ്റാതെ വീണ്ടും അവർ ഇരച്ചു കയറുന്നു. ഉടനെ യൂണിഫോമിലുള്ള വനിതാ SI അവിടെ വരുന്നു. ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവരവിടെ ഇവരെ തടയാൻ ശ്രമിക്കുന്നു. ഇവർ പിന്നെയും അവിടുന്ന് ഇരച്ചു കയറുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മഫ്തിയിലായിട്ടുള്ള വനിതാ പോലീസുകാരി ആയിട്ട് അവിടെ പിടിവിലി ഉണ്ടാകുന്നു. ഈ കൊച്ചിനെ എറിയാൻ ശ്രമിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനുശേഷം ഇവരെന്ത് ആ വീഡിയോ ഉണ്ടാകുന്ന സമയത്താണ് ഈ ബെഞ്ചോ പോലീസിൻ്റെ കാലിൽ വീഴുന്നത്. ഇവരെ ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കരുത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലിൽ വീഴുന്ന രംഗങ്ങൾ, ആ സ്ത്രീ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവം സീനാവുമെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്. ഇതിനുശേഷം എന്താണ്, ഈ CI പ്രതാപൻ്റെ അടുത്തേക്ക് നേരെ ചെന്ന് ഉന്തിത്തള്ളി കയറുകയാണ്. നമ്മൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പിന്നെ അല്ലെങ്കിൽ അവിടെ എന്താണ്, എൻ്റെ ഭർത്താവിനെ എന്തിനാണ് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്? അപ്പോൾ ഈ ബെഞ്ചോയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ദിവസം നിങ്ങൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പേരിൽ FIR പോലും ഇല്ലാതെ, ഒരു പോലീസ് കേസോ എൻ്റെ പേരിൽ ഒന്നുമില്ലാതെ എന്നെ ഇവിടുന്ന് വന്ന് കസ്റ്റഡി എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വിചിത്രമാണ്. ആ പോലീസ് നടപടി എന്ന് പറയുന്നത് തന്നെ വിചിത്രമാണ്. ഇതിൽ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് 294B, 225, 353 IPC ആണ് നിലവിൽ. ആ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞ ഭരണഘടനാപരമായിട്ടുള്ള കാര്യം, പ്രതാപൻ ചന്ദ്രൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത്. ഇതിനകത്ത് ആദ്യമേ ഞാൻ പറഞ്ഞു, ഇത് വളരെ ആസൂത്രിതമായ സംഭവമാണ്. അതായത്
ഞാൻ ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ബെഞ്ച് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താങ്കൾക്ക് പ്രതാപചന്ദ്രനോട് വൈരാഗ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഓൾറെഡി വൈരാഗ്യമുണ്ട് എന്ന് ശാസ്ത്രീയമായ രീതിയിൽ അയാൾ സമ്മർദ്ദിക്കുന്നുണ്ട്. കാരണം ഇതിനു മുൻപ് ഇയാൾ അവിടെ ആ ലോഡ്ജിൽ വന്ന ഒരു യുവതിയെ ആക്രമിച്ച കേസിലെ പ്രതിയായി ഇയാൾ റിമാൻഡിൽ പോയതാണ്. അത് പ്രതാപചന്ദ്രനാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പൊ പ്രതാപചന്ദ്രനോട് അത്തരത്തിലൊരു വൈരാഗ്യമുണ്ട്. മാത്രമല്ല അടിക്കടി പോലീസ് കൃത്യമായിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളെല്ലാം ആ മേഖല നടത്തുന്നുണ്ട്. അപ്പൊ ഇതിൽ ഓൾറെഡി ഇയാൾക്ക് വൈരാഗ്യമുണ്ട്. മാത്രമല്ല ബെഞ്ചോയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, ബെഞ്ചോയുടെ പശ്ചാത്തലം തന്നെ വളരെ മോശമായ ബാക്ക്ഗ്രൗണ്ടാണ്. അതൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടാണ് ആൾക്ക്, അതിലൊരു സംശയം വേണ്ട. ഇനി ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അതായത് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഭരണഘടന ഒരു തത്വങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു, അത് പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമപരവും ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ അതിൽ ഒരു വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ്, ആ കോഡ് അനുസരിച്ചിട്ടാണ് ചോദ്യം ചെയ്യലും, അതുപോലെ തന്നെ അന്വേഷണം, അതുപോലെ തന്നെ സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോലീസ് അതിൽ വളരെ കൃത്യമായിട്ട് ചില കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. ആ കടമകളാണ് അവരവിടെ നിർവഹിച്ചിരിക്കുന്നത്. പിടിച്ചുപറി സംഘത്തിൻ്റെ ഇടയിൽപ്പെട്ട ഒരു വ്യക്തി 112 വിളിക്കുകയും ആ 112 വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലൈങ് സ്ക്വാഡ് എത്തി ആ പരാതിക്കാരനെ അവിടുന്ന് മോചിപ്പിക്കുകയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ആ പ്രതികളെ വിടുവിക്കുകയും ചെയ്തതിന് ശേഷം അതിന്മേൽ ഇട്ടിരിക്കുന്ന 654 നമ്പർ പ്രകാരമുള്ള FIR-ൽ ബെഞ്ചോയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരണം. ഇനി ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ പോലീസ് എടുത്തിട്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലും അങ്ങനെ സംഭവമില്ല, പോലീസ് എടുത്തിരിക്കുന്ന നിയമ നടപടികൾ തെറ്റാണ് എന്ന് ബോധ്യമുണ്ട്. ഇപ്പൊ താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ ബന്ധുവിനെ എടുത്തിരിക്കുന്നത് നിയമപരമാണെന്നല്ല എന്നുണ്ടെങ്കിൽ അതിനൊന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞാൽ കോടതി പോകാം, ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട മേലധികാരികൾക്ക് ഫോണിൽ കൂടെ സംസാരിക്കാം. നമുക്കിന്ന് അതിൻ്റെ സംവിധാനമുണ്ട്. ഇപ്പൊ നിയമപരമായ രീതിയിൽ നോർത്ത് പോലീസ് സ്റ്റേഷൻ സംഭവം നടക്കുന്ന ഓർഡർ തന്നെ സാറേ SCP വിളിക്കാം, നമ്മുടെ നമ്പറുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്പർ കിട്ടും. അല്ല കമ്മീഷണർ നേരിട്ട് വിളിക്കാം, ഈ വിളിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയാം. അത് പറയുന്നതിന് പകരം ഒരു പ്രതിയുടെ ഭാര്യ പോലീസ് സ്റ്റേഷനിലെത്തി ഭർത്താവിനെ കാണാനോ കസ്റ്റഡിയിൽ കാരണങ്ങൾ അറിയാനോ അവകാശം നിഷേധിച്ച ആ ഒരു നടപടിക്രമം വെച്ച. പക്ഷേ ഇവരവിടെ ചെയ്തെന്താണ്, അവിടെ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുകയത്. ശരിക്കും കലാപാഹവൻ തന്നെയാണ് അവിടെ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനെ കലാപം ഉണ്ടാക്കി പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുകയും അവിടെ ഭീഷണിപ്പെടുത്തുകയും സ്വന്തം കുഞ്ഞുങ്ങളെ ബലിയാടാക്കിയിട്ടാണെങ്കിലും പ്രതിയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കൗണ്ടർ കേസ് ഉണ്ടാക്കണം. അതിലവർ വിജയിച്ചു. കാരണം എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഓൾറെഡി ഒരു കേസ് അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ ഇരച്ച് കയറി ചെന്ന് എന്തായാലും പോലീസ് എന്നെ ആക്രമിക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്ത് ഞാൻ 2 കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ചെന്ന്. അല്ലെങ്കിൽ അവർ മാന്യമായിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ അവർ ആ പോലീസ് സ്റ്റേഷനിൽ നിയമപരമായി തന്നെയായിരുന്നു അവർ ഹാൻഡിൽ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് പോലീസിന്റെ നടപടികളില്ല. നിയമത്തിൽ പലപ്പോഴും ജനങ്ങൾക്ക് വിശ്വാസം മടുക്കുന്നത് കൊണ്ടാണ് അവർ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത്. അല്ല, ഇതിനകത്ത് നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. ഇതിനകത്ത് എന്താണ് നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യം? ഒരാൾ ചെയ്ത തെറ്റ്, ആ തെറ്റില് ആ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ചെന്നയാളെ മോചിപ്പിച്ചതിനാണ് ഈ പ്രതി കസ്റ്റഡിയിൽ എടുത്തത്. അത് ഗുരുതരമായ ഒഫൻസാണ്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഒരാൾക്ക് അത് കസ്റ്റഡിയിൽ നിന്ന് വിടുവിക്കാൻ നിയമമൊന്നുമില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റഡിയിലെടുത്ത് തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ പ്രതികളെ മോചിപ്പിക്കാൻ ഇയാൾക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം, ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കാം. അല്ല, എന്തിനാണ് ഇവിടെ ഈ പ്രതാപചന്ദ്രൻ ഇവരുടെ ദേഹത്ത് കൈവച്ചത് എന്തിനാണ്? ഇവരുടെ മുഖം എന്താണ് പിടിച്ചമർത്തിയത് എന്തിനാണ്? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രതാപചന്ദ്രൻ അതിന്റെ ആവശ്യം നിങ്ങൾ ആ ഒരു അതിലേക്ക് ഞാൻ വരുന്നത്. അതായത് അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ ഒഫൻസുകളിലൊന്ന്, ഏറ്റവും വലിയ ഒഫൻസ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അല്ല, ഗർഭിണിയാണ്. അത് ഞാൻ ചോദിക്കുന്നത് സുഹൃത്തെ, സ്റ്റേഷനിൽ കയറി വരുന്ന എല്ലാ പെണ്ണുങ്ങളും ഗർഭിണിയാണെന്നുള്ളതൊന്നും പോലീസിന് അറിയേണ്ട കാര്യമില്ല. പോലീസ് അത് അറിഞ്ഞിട്ടാണോ? പോലീസ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വരുന്നവരെല്ലാം തന്നെ ഇതുപോലെ പ്രഗ്നന്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുള്ളവരാണോ, അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസർ പേഷ്യന്റ് ആണോ, ഇതൊക്കെ അന്വേഷിച്ചിട്ടാണോ? അവരൊരു സ്ത്രീയാണല്ലോ. എങ്കിലും അവർ സ്ത്രീയാണെന്നുള്ള പരിഗണന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് കൊടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഇത് 506 എന്ന് പറയുന്നതും അതുപോലെ തന്നെ 353, 186 ഈ 2 വകുപ്പുകൾ എന്ന് പറയുന്നതും ഈ റൈറ്റ് ഓഫ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ റൈറ്റ് ഓഫ് പ്രൈവറ്റ്
ഡിഫൻസ്. അത് പോലീസിന് അധികാരമുണ്ട് അതിന്. ഇപ്പം ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നു, ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 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 ഇതുണ്ട്, സാധ്യതയുണ്ട്, ഒരു റൈറ്റ് ഉണ്ട്. നിങ്ങൾ ഒരു പ്രൈവറ്റ് ഡിഫൻസ് അങ്ങനെ ചെയ്യാണ്. പിന്നെ ഇതിനകത്ത് വേറെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് അത്തരം പ്രതികരണങ്ങൾ ഈ ഇതുപോലുള്ള ഈ റൈറ്റ് ഓഫ് ഈ എന്താ പറയുക പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ അവിടെ വരുമ്പോൾ ഒരു റിഫ്ലക്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റീവ് റെസ്പോൺസ്, ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പോലീസ് സ്വമതയ പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാൻ ഏത് നടപടിയും സ്വീകരിക്കാം. അത് പോലീസ് സ്റ്റേഷനുള്ളിലാണ്. അത് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഏതൊരാളും അതിക്രമിച്ച് കയറി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് വനിതാ പോലീസ് അവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ കയറി അതിക്രമം നടത്തി കഴിഞ്ഞാൽ അത് സ്ത്രീയെന്നോ പുരുഷനെന്നല്ല, ആര് അതിക്രമം നടത്തിയാലും അത് പോലീസിനെ സംബന്ധിച്ച് ഒരു റിഫ്ലക്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഇൻസെക്റ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നൊരു സംഭവം. അത് പോലീസിന് അത് പ്രതിരോധിക്കാം. അത് നിയമത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, നിയമത്തിന്റെ രേഖയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അതിന് കൃത്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് CCTV. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കളിപ്പോൾ പറഞ്ഞു അത് പോലീസിന് അവർ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ അവർ സ്ത്രീയാണ്. ഞാനൊരു കാര്യം, ആ സ്ത്രീ അവിടെ കയറിയിട്ട് വലിയ തോതിൽ കലാപം അഴിച്ചു വിട്ടാൽ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കണം. വിട്ടോ അവിടെ കലാപം അഴിച്ചു വിട്ടോ? കലാപം അഴിച്ചുവിടുക, ഈ കലാപം അഴിച്ചുവിടുന്നതിന് മുമ്പ് തന്നെയാണല്ലോ സംഭവം അടിയമ്പകളോ അവിടെ തീർന്നത്. പോലീസ് പ്രതിരോധിച്ചല്ലോ. പോലീസ് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇങ്ങനൊരു സീനുണ്ടാക്കുക, അവിടുന്ന് പോരുക, തിരിച്ച് പോലീസിനെതിരെ കേസ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക, ബെഞ്ച് ശാസ്ത്രീയമായിട്ട് കേസിൽ നിന്ന് ഊരിക്കൊണ്ടിരിക്കുക. ഇതാണ് ആ കേസിൻ്റെ കിടപ്പ്. മാത്രമല്ല, നിങ്ങൾ ഇനി പ്രതാപചന്ദ്രനെ കുറിച്ച് പേഴ്സണലായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അല്ല നേരത്തെ അദ്ദേഹം എന്താണ് ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലൊക്കെ അയാള് കംപ്ലൈന്റുകള് അല്ല ഞാൻ പോലീസ് ഇത് മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ, കണ്ണമാലി പോലീസിനെതിരെ ഇപ്പൊ എന്താ കംപ്ലൈന്റ് വന്നിരിക്കുന്നത്? പോലീസിനെ ഇടിച്ചു പിടിച്ചതാണ് അവര്. ഇടിച്ചു പിടിച്ചത് എന്താ പറഞ്ഞാൽ പോലീസ് ബൈക്കിൽ പോയാലും വലിച്ചു അടിച്ച് നിലത്തോട്ടിട്ടെന്ന് പറഞ്ഞു. അപ്പൊ വലിച്ചു ചാടിച്ച് നിലത്തിട്ട പോലീസുകാരനെ എങ്ങനെ ബോധം കിട്ടുപോയി? ഞാൻ പോലീസുകാരൻ്റെ വക്കാലത്ത് പറയുന്നത്, നമ്മൾ ഈ സത്യമായിട്ടും നമ്മൾ CCTV ഫൂട്ടേജ് അടക്കമുള്ള കാര്യങ്ങൾ സമയം അതിലേക്കുണ്ടായ സാഹചര്യങ്ങൾ എന്താണ്? CI പ്രതാപചന്ദ്രൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ഘടകമല്ല. അല്ല, സ്വാഭാവികമായിട്ട് മാധ്യമ വാർത്തകളുടെ ഒരു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഇവിടെ എന്ത് സംഭവം ഉണ്ടായും മാധ്യമങ്ങൾ വാർത്തകൾ പെട്ടെന്ന് ഒരു ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആദ്യമേ ചെയ്യുന്ന ഒരു പരിപാടി എന്താ? സസ്പെൻഷൻ. അതാണ് അവർ ചെയ്യുന്നത്, സസ്പെൻഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്മേൽ അന്വേഷണം വരുമ്പം എന്താവും? ഈ കേസ് ഒരിക്കലും സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. തന്നെയല്ല, ഇപ്പൊ ADGP ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പോലും നിയമപരമല്ലെന്നേ ഞാൻ പറയുള്ളൂ. ആ CCTV ഫൂട്ടേജ് മുഴുവൻ പരിശോധിച്ച് കൃത്യമായിട്ട് വിലയിരുത്തി ഈ പറഞ്ഞ പോലെ ഈ പിന്നെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് പിന്നെ ഡിഫൻസ് പിന്നെ മറ്റൊന്ന് റിഫ്ലക്റ്റ് ആക്ഷൻ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ അയാൾ ഇരിക്കുന്ന തട്ടകത്തിൽ വന്നിട്ടാണ് ഒരാൾ ആക്രമിക്കുന്നത്. അതിന് അവർക്ക് പെട്ടെന്ന് അതിനൊരു ആക്ഷൻ എടുക്കാൻ നിയമമുണ്ട്. ഒരു കാര്യം അവിടെ കൃത്യമായിട്ടുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള അനുമതിയോടുകൂടി ആ പോലീസ് സ്റ്റേഷനിൽ പോകാനോ ഭർത്താവിന്റെ ആ വിഷയം അഡ്രസ് ചെയ്യാനോ എന്തിനവര് അതിക്രമിച്ച് കയറി? അത് ഞാൻ ബെഞ്ചോ എന്നോട് ചോദിക്കുന്നുണ്ട്. അവർക്ക് തന്നെ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ കയറിച്ചില്ല, നിയമമുണ്ട്. നിങ്ങൾ മാന്യമായിട്ട്, ഞാൻ ഇവിടെ വന്ന് മാന്യമായിട്ട് വന്നത്, ആ മാന്യമായിട്ട് വന്ന് എനിക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഭാഗത്ത് ഉത്തരം ക്ലിയർ അല്ല, എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത അവിടെ നിന്ന് അവർക്ക് അവിടെ നിന്ന് DGP വിളിക്കാനോ അല്ലെങ്കിൽ പിന്നെ കമ്മീഷണർ വിളിക്കാനോ ആര് വേണേലും വിളിക്കാനോ. ഞാൻ പല കേസുകൾ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത, ഈ നിയമത്തിനെ പറ്റിയിട്ട് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവർക്കറിയോ? അവരത് ചെയ്യില്ല. കാരണം ഇവർക്കും ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് സത്യം. അതുകൊണ്ട് ഈ പ്രതാപചന്ദ്രനെ മനഃപൂർവ്വം കൊടുക്കണമെന്ന കരുതലോടും ഉദ്ദേശത്തോടും കൂടിയാണ് ഈ രംഗം അവിടെ ക്രിയേറ്റ് ചെയ്തതെന്ന് നിസ്സംശയം പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു വന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ താങ്കളുടെ ഭാര്യ സ്റ്റേഷനിലേക്ക് കടന്നു വന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ആ വന്നത് ആസൂത്രിതമാണോ അല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരിക്കലും അല്ല. അപ്പോൾ ഞാൻ ചോദിക്കണം, ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ സ്റ്റേഷനിലേക്ക് കയറി വന്നപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ 2 കുട്ടികളെയും എന്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ കൂടെ ഒരാളെ
കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയില്ല? അതായത് ഇവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മിച്ചി വരുന്നുണ്ടായിരുന്നു. അമ്മിച്ചി ഇവിടെ എത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മിച്ചി എത്തനേക്കാളും മുപ്പാട് നമ്മളെ തന്നെ പിടിച്ചു കൊണ്ടുപോകണവർ. അപ്പോൾ അമ്മിച്ചി വരണ വരെ അവൾ വെയിറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവളൊക്കെ അവിടെ വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ താങ്കൾ കസ്റ്റഡിയിലാണ് എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ ഒരു നയപരമായ തീരുമാനം ഉണ്ടാക്കുന്നതിന് പകരം അതിനുള്ളിലേക്ക് നയപരമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റാരോപിതനാണ്, ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബന്ധുക്കളെ വിളിച്ച് പുള്ളീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനാണെന്ന് തോന്നുന്നു എന്ന് നമുക്ക് ഒരു കാര്യം ഉന്നയിക്കാൻ പറ്റും. പക്ഷെ അവിടെ പോലീസുകാരെ പ്രൊവോക്ക് ചെയ്യല്ലേ? ഇത് എന്ത് പോലീസിനെ പ്രൊവോക്ക് ചെയ്യല്ലേ താങ്കളുടെ ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, പോലീസ് ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാദം ശരിയല്ല താങ്കളുടെ. കാരണം അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ചെയ്തിട്ടില്ല ഞാൻ പറയണത്. ഞാൻ പറയട്ടെ, ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് മെമ്മോ കാര്യങ്ങളും എല്ലാം വേണം. ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ പോലീസ്. അതിനെന്താ FIR ഇടത് എങ്ങനെ താങ്കളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അതാ ഞാൻ ചോദിക്കുന്നത്. അതിനെപ്പറ്റി അന്വേഷിക്കണം നിങ്ങൾ. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. അതായത് ആ കാര്യത്തിന് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബെന്നിനെ അവിടെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്? അതായത് ഈ ഒരു വാദമാണ് നമ്മുടെ വക്കീലുമാർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞിട്ട് അവരവിടെ വന്നിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു വിഷ്വൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് ചോദിക്കുന്നത്, സാറേ എന്ത് FIRലാണ് സാറ് ഈ പുള്ളീനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, എന്താണ് അതിൻ്റെ പ്രൊസീജിയറുകൾ, അതേപോലെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നിനും പുള്ളി ഉത്തരം പറയുന്നില്ല. ഏതാ FIR കൂടിയെന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് വരെ പോലും ആൾക്ക് അത് പറയാൻ പറ്റുന്നില്ല. ഉള്ള കാര്യമാണ്. ഞാൻ അതിന്റെ ഫുട്ടേജ് അതിലെ വാദഗതികൾ എന്ന് മാത്രം ശരിയാണെന്നുള്ളത് എനിക്കറിയാം. ഗവൺമെന്റ് എടുത്തു തന്നു, ഞാനെടുത്തല്ല അത്, ഗവൺമെന്റ് എടുത്തു തന്നിട്ടുള്ള ഫുട്ടേജ് ഞാൻ വേണമെങ്കിൽ ചേട്ടന് ഫോർവേഡ് ചെയ്തിട്ട് തരാം. അതിൽ വ്യക്തമായി സംസാരിക്കുന്ന വാക്കുകളൊക്കെ അതിൽ കേൾക്കാം. വ്യക്തമായി ചോദിക്കുന്നുണ്ട് ആ വക്കീൽ അവിടെ നിന്നിട്ട്. ഒരു പയ്യൻ, സ്മാർട്ടായിട്ടുള്ള പയ്യനായിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തത്, എന്താണ് കാര്യം, ഇത്ര അലഗേഷൻ ചെയ്യണ എന്ത് കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്, ഇത്രയും അലഗേഷനുള്ള ഒരു കേസാണോ ഇത് നടന്നിട്ടുള്ളത്? അല്ല, അത് ഈ താങ്കളുടെ ഭാര്യ വന്നു പോയതിന് ശേഷമല്ലേ വക്കീൽ? ഏത് ഭാര്യ പോയതല്ല, ഭാര്യ അവിടെ നിന്ന് ഈ അടി കഴിഞ്ഞ സമയത്ത് എൻ്റെ വക്കീൽമാർ വന്ന് സംസാരിച്ചതാണ്. അതുവരെ നമ്മൾ ഈ സംഭവത്തിനെ അത്ര പ്രതീക്ഷിക്കില്ലല്ലോ. നമ്മളിതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ. ഇതിങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കില്ലേ ഇതൊരു. ഞാൻ ചോദിക്കുന്നത്, ഈ കവർച്ച കേസിലെ പിടിച്ചുപറി കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു? എനിക്കറിയില്ല. പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് കവർച്ച കേസിലെ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്യണ എന്താ കാര്യങ്ങളൊന്നും എനിക്കറിയുന്നില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. ഈ നിമിഷം വരെ നമ്മളതിൻ്റെ FIRൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അതിന് പിന്നാലെ പോയിട്ടില്ല. മനസ്സിലായ? അങ്ങനെ നമ്മൾ അതിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കവർച്ച കേസിൻ്റെ പ്രതിയാണ് അവിടെ സംഭവം നടക്കണതെന്ന് എന്നോട് വ്യക്തമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇടപെടാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ, ശരിയാണോ? അത് നിങ്ങൾ ഉന്നയിക്കുന്ന വാദം. ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അതിൽ പിന്നെ ഇടപെടാൻ ചെയ്യോ? ബുദ്ധിയുള്ള ഒരാൾ ചെയ്യോ? അല്ല, അത് താങ്കളുടെ വാദം. ഞാൻ പറയട്ടെ, ഒരു കവർച്ച പ്രശ്നമാണ് അവിടെ നടക്കണതെന്ന് നിങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അതിലേക്ക്. അങ്ങനെയാണെങ്കിൽ പോലീസ് വഴി നിന്നവനെ പിടിച്ചോണ്ട് പോകുന്ന കാര്യമുണ്ടോ? അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. എന്താണ് അവിടെ നടന്നത്, എങ്ങനെയാണ് ഈ കേസ് തിരിയണതും അറിയണതെന്നും കൂടി അന്വേഷിക്കണം നിങ്ങൾ. അവിടെ താങ്കൾക്ക് ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആരെങ്കിലും മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ആരായിട്ട് മുൻവൈരാഗ്യമില്ല. താങ്കളിപ്പോ മുമ്പേ പറഞ്ഞു ഈ CAക്ക് എന്നോട് മുൻവൈരാഗ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം താങ്കൾക്ക് CA മുൻ പരിചയമുണ്ടോ? ഉണ്ടല്ലോ. എന്നെ മുന്നത്തെ കേസിൽ ആളാണല്ലോ എന്നെ അറസ്റ്റ് കൊണ്ടുപോയത്. അതിൽ ആൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണു. എൻ്റെ എല്ലാ സാമഗ്രി സാധനങ്ങളും എല്ലാതും ബന്ദോബസ്താക്കി എടുത്ത് വെച്ചിട്ടാണ് നമ്മളതിനെ. അതായത് ഒരാളെ വിളിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നമ്മളെ നേരെ സെല്ലിടണ്. നമ്മളെ ഒരു വക്കീലിനെ സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത ബന്ധുക്കളെ പോലും ഇൻഫോം ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. എൻ്റെ വൈഫൊക്കെ പിറ്റേ ദിവസം ഈ വാർത്ത കണ്ടിട്ടാണ്, TV കണ്ടിട്ടാണ് വരുന്നത്. അതായത് എൻ്റെ സ്വന്തം വൈഫ് ഈ വാർത്ത TV കണ്ടിട്ടാണ് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നതും കാര്യങ്ങളുണ്ടായത്. ആ ഒരു സാഹചര്യത്തിലുണ്ടായ ആ ഒരു സംഭവം പുള്ളി അത്
ആ ഫുട്ടേജ് മാത്രം ലീക്ക് ചെയ്തിട്ട് അതൊരു സെൻസേഷൻ ന്യൂസായിട്ട് എന്നെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പൂർണ്ണമായിട്ടും അത് ഫുള്ള് ഔട്ടേജ്. അപ്പോൾ താങ്കൾക്ക് ഈ CIയുടെ ഒരു മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു ആ കേസുമായി? അല്ല, മുൻവൈരാഗ്യമല്ല. ആ പുള്ളിക്കാരൻ ആ കേസിന് ശേഷം താങ്കൾക്ക് അദ്ദേഹത്തോട് വൈരാഗ്യം ഉണ്ടായിരുന്നു? ആ കേസിന് ശേഷം പുള്ളിയോട് എനിക്കൊരു പശ്ചാത്താപം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, സാറ് ഒരു ദിവസം ചെയ്യേണ്ട കടമകൾ എന്താണ്, രണ്ട് സൈഡും കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഒരു ഉയർന്ന നല്ലൊരു ഉദ്യോഗസ്ഥൻ, ഒരു ഇരുത്തം വന്നിട്ടുള്ള ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു അലിഗേഷൻ പൊതുവിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇല്ല എന്നാണ് എനിക്കറിയാം. ഇപ്പോൾ ഒരു 6-7 കേസുകൾ ഇപ്പോൾ ഒരു അലിഗേഷൻസ് ഇപ്പോൾ നിങ്ങൾ നാട്ടുകാരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ അവർ പറയുന്നത്? നിയമപരമായ കാര്യങ്ങളല്ലാതെ കുറച്ചുകൂടെ കാർക്കശ്യമുള്ള ആളാണെന്നും അതുപോലെ അയാൾ ഒരു കൈക്കൂലിയായിട്ടുള്ള ഒരു മിനിറ്റ് അങ്ങനെ ഒരു ആരോപണമൊന്നും അദ്ദേഹത്തിന് പേരിലില്ല. ഒരു മിനിറ്റ് ഇല്ലാണ്ടാണോ ഇത്രയധികം ആൾക്കാർ? ഇപ്പം ഞാൻ പറയട്ടെ, സ്ത്രീകൾ വരെ പരാതികൾ കൊടുക്കുന്നുണ്ട്. ഏത് ഈ ഇപ്പം ഒരു സ്ത്രീ ഇപ്പം ന്യൂസിൽ കണ്ടതാണ്, എനിക്കറിയില്ല. സ്വാഭാവികം, കാരണം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കേസുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ സ്വാഭാവികമായിട്ടാണെങ്കിലും ഞാൻ പറയട്ടെ, ഇത് പരാതിയായിട്ട് ആർക്കും ഉന്നയിക്കാലോ. അല്ലല്ല, ആരോപണം അല്ല, അത് പരാതിയായിട്ട് കൊടുത്ത കാര്യങ്ങളാണ് ഈ വന്നിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. 1 വർഷമോ 2 വർഷമോ മുമ്പാട് പരാതി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള പരാതികളാണ് അവിടെ ഈ ചോദ്യം. താങ്കളുടെ വൈഫിന്റെ പേരിലും പിന്നെ നോർത്ത് സ്റ്റേഷനിൽ പരാതിയില്ലേ? ഇപ്പോൾ ഉണ്ട്, പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ പേരിൽ കേസെടുത്ത് FIR ഇട്ടിട്ടുണ്ട്. അതെ FIR ഉണ്ട്. അപ്പം ഞാൻ ആ ചോദിക്കുന്ന ചോദ്യത്തിൽ ഇപ്പോഴും താങ്കൾ അതിന് ഒരു കൃത്യമായിട്ടൊരു ആൻസർ പറഞ്ഞിട്ടില്ല. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കളെ മനഃപൂർവ്വം അവിടുന്ന് കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് മോചിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളൊരു വാദം ശരിയാണ്. അതിനുള്ള മറുപടി അവളാണ് പറയേണ്ടത്. അവളത് കോടതിയിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കോടതിയുടെ കയ്യിലല്ലേ അതിൻ്റെ എല്ലാ ഫുട്ടേജ് ഉണ്ട്. കോടതി തീരുമാനിക്കട്ടെ. അവൾ അവിടെ അലക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. ആ ശിക്ഷ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. പ്രശ്നം തീർന്നില്ലേ? അപ്പോഴും അതിനൊരു ഉത്തരം താങ്കൾ തരാൻ തയ്യാറല്ല. ഞാൻ പറയട്ടെ, ഇല്ലാത്ത കാര്യത്തിന് ഞാനിന്ന് ഉത്തരം പറയാൻ നിൽക്കണേ. അല്ല, ബോധപൂർവമായ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നോ? അത് നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല അതിലേ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുന്നത് ബോധപൂർവം ചെയ്യണത് എങ്ങനെയാ? എപ്പോഴാണ് നമ്മൾ ചെയ്യുക ബോധപൂർവം ചെയ്യുന്നത്? കാരണം നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രശ്നത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് നമ്മളൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത് പ്രശ്നം എന്താണെന്ന് നമുക്കറിയുന്നില്ല. പിന്നെ ഞാനെന്തിനെ പ്രിവെന്റ് ചെയ്യാൻ ചിന്തിക്കേണ്ട ആവശ്യം, ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് എന്താ പ്രശ്നം എന്നുള്ളത് എന്നോട് പറയുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഭാര്യ അവിടെ സ്റ്റേഷനിൽ വന്നപ്പോൾ അപ്പം താങ്കളെ അവിടെ പോലീസ് കസ്റ്റഡി വെച്ചിരിക്കുന്നു. പുള്ളിക്കാരി അവിടെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് താങ്കളുടെ ഭാര്യയോട് പറഞ്ഞില്ല? ഒരു കാര്യം, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ താങ്കൾ വക്കീലിനെ വിളിക്കൂ, അല്ലെങ്കിൽ വക്കീൽ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണല്ലോ വക്കീലിനെ വിളിക്കുന്നത്. വക്കീൽ വരുന്നു? അല്ല, വക്കീൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വക്കീല് ഈ സംഭവം നടക്കണേക്കാൾ ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പോടെ അവരവിടെ എത്തിയില്ലേ. അവർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇവിടുന്ന് പോണേപ്പാട് വക്കീലിനെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റത്തെ ഗ്യാപ്പ് CCTV നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ അത് എത്ര സമയം കൊണ്ടാണ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെന്ന്. അപ്പോൾ ഇപ്പോഴും താങ്കൾ ഞാൻ ചോദിച്ച ഉത്തരത്തിൽ വന്നില്ല. ആസൂത്രിതമാണോ എന്നൊരു ചോദ്യത്തിന് താങ്കൾ ഉത്തരം വന്നിട്ടില്ല. അല്ല, ഞാൻ പറയട്ടെ, ആസൂത്രിതം ആണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയാനില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള എല്ലാ മറുപടികളും പറഞ്ഞു കഴിഞ്ഞു. അതിന് വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് നമ്മളൊരു ഫുട്ടേജും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ പറയുന്നതാണല്ലോ കാര്യം.